നമസ്കാരം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മഹിളാ ജാഗൃതി അഭിയാൻ എന്ന രചനയെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ യാത്രയുടെ രണ്ടാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സമത്വത്തിന്റെ ഒരു പുതിയ യുഗത്തെക്കുറിച്ചുള്ള ആ ശക്തമായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ശരി, നമുക്ക് ഈ ഗ്രന്ഥത്തിലെ ഒരു പ്രധാന ആശയത്തോടെ തന്നെ തുടങ്ങാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള ഈ മുന്നേറ്റം അതൊരു സാധാരണ സാമൂഹിക മാറ്റമല്ല, മറിച്ച് കാലം തന്നെ ആവശ്യപ്പെടുന്ന, ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത ഒരു വലിയ ശക്തിയായാണ് ഇതിനെ കാണുന്നത്. ഈ ഒരു വലിയ കാഴ്ചപ്പാടിനെ നമുക്ക് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഒന്ന് തിരിച്ചു നോക്കാം. ഇവ ഓരോന്നും അടുത്തതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഈ പരിവർത്തനത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടും. അപ്പോ ഒന്നാമത്തെ കാര്യം, ഈ മാറ്റം എത്രത്തോളം ശക്തമാണെന്നതാണ്. ഇതിനെ തടയാനാവാത്തൊരു ശക്തിയായാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കൊടുങ്കാറ്റുപോലെയോ കുത്തിയൊഴുകുന്ന പുഴ പോലെയോ. അതായത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സമൂഹത്തിനെതിരായ പോരാട്ടമല്ല, മറിച്ച് ചരിത്രം ഒഴുകുന്ന ദിശയിലേക്ക് നമ്മളും നീങ്ങുക എന്നതാണ്. ആ ഒഴുക്കിനെതിർക്കുന്നത് വെറുതെയാണ്. പഴയ ചിന്താഗതികൾക്ക് മാറാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇത്രയും വലിയൊരാശയം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അതിന് 2 പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ തൂണുകളുണ്ട്. അവെന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസവും സ്വാശ്രയത്വവും ഇവ രണ്ടും രണ്ടല്ല, മറിച്ച് ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന് അറിവ് നേടാനുള്ള ഉപകരണമാണെങ്കിൽ മറ്റേത് ആ അറിവ് വെച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയാണ്. ഇത് വെറുമൊരു ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റുന്ന, സമൂഹത്തിന്റെ മൊത്തം പുരോഗതിക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇതൊരു വഴികാട്ടി പോലെയാണ്. ആദ്യം അറിവ് നേടുക, ആ അറിവുപയോഗിച്ച് പുതിയ കഴിവുകൾ വികസിപ്പിക്കുക. അത് സ്വാഭാവികമായും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. സ്വന്തമായി വരുമാനമുണ്ടാകുമ്പോൾ കിട്ടുന്ന ആത്മാഭിമാനം വലുതാണ്. അങ്ങനെ ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീ പിന്നെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി മാറും. ശരി, ഇനി ഈ മാറ്റം കുടുംബങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കാം. വിവാഹം, കുടുംബം എന്നീ ആശയങ്ങളെ തന്നെ ഇതെങ്ങനെയാണ് പുതിയൊരു രീതിയിൽ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ബന്ധത്തിന്റെ ശരിയായ ഉദ്ദേശം എന്തായിരിക്കണം? അത് ഒരാൾ മറ്റൊരാളുടെ ഉടമസ്ഥനാവുന്നതാണോ, അതോ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നതാണോ? ഒരു നല്ല ബന്ധത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. പരസ്പരം ബഹുമാനിക്കുക, സമ്മതത്തോടെ കാര്യങ്ങൾ ചെയ്യുക, പങ്കാളിയുടെ വളർച്ചയെ സഹായിക്കാൻ എപ്പോഴും കൂടെ നിൽക്കുക. കുട്ടികളെ വളർത്തുന്നത് രണ്ടുപേരുടെയും തുല്യ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനം, രണ്ടുപേർക്കും ഒരുമിച്ച് നേടാൻ ഒരു വലിയ ലക്ഷ്യം വേണം. കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ അച്ഛന്മാർക്കും 50% ഉത്തരവാദിത്തമുണ്ടെന്ന ആശയം ലോകം മുഴുവൻ അംഗീകരിച്ചു വരികയാണ്. ഉദാഹരണത്തിന്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിയമപരമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് കുട്ടികളെ വളർത്തുന്നത് അമ്മയുടെ മാത്രം ജോലിയല്ല, അതൊരു ടീം വർക്കാണ് എന്ന ചിന്തയാണ് പ്രധാനം. ഈ ഒരു മാറ്റം ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ നടക്കില്ല. ഇതിന് സമൂഹം ഒന്നടങ്കം മുന്നോട്ടു വരണം. ഇതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ മാറ്റം കൊണ്ടുവരാൻ 3 കൂട്ടരുടെ സഹായം വേണം. ഏറ്റവും പ്രധാനം, വിദ്യാസമ്പന്നരായ സ്ത്രീകൾ തന്നെ. അവര് വേണം ഇതിന് നേതൃത്വം നൽകാൻ. അതോടൊപ്പം കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റവും ഒരുപോലെ ആവശ്യമാണ്. കണ്ടില്ലേ, ഓരോന്നിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് ചെറിയ പഠന ക്ലാസുകളോ വായനാശാലകളോ തുടങ്ങാം. കുടുംബങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാനോ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ വേണ്ട സമയവും പ്രോത്സാഹനവും നൽകാം. അങ്ങനെ ഓരോ വ്യക്തിക്കും അവരുടെ സാഹചര്യങ്ങൾ എന്തായാലും ഈ മുന്നേറ്റത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ രചനകളിലുടനീളം കാണാൻ കഴിയുന്ന ഒരു വലിയ ശുഭാപ്തിവിശ്വാസമുണ്ട്. അതായത് സമത്വത്തിന്റെ ഈ പുതിയ യുഗം വരും, അത് ഉറപ്പാണ്, അനിവാര്യമാണ്. നമ്മുടെ ഭൂതകാലം അസമത്വം നിറഞ്ഞതായിരുന്നു. ഇന്ന് ലോകമെമ്പാടും ഒരു ഉണർവ് കാണുന്നുണ്ട്. പല അവകാശങ്ങളിലും പുരോഗതിയുണ്ട്. എന്നാൽ ഭാവി എന്തായിരിക്കണം? സമ്പൂർണ്ണ സമത്വത്തിലും ഐക്യത്തിലും പടുത്തുയർത്തിയ ഒരു സമൂഹമായിരിക്കണമത്. ഈ മാറ്റം ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർത്ത് നിൽക്കാതെ ബുദ്ധിപൂർവ്വം സ്വീകരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതായത് സമത്വവും ഏകതയും, ഈ 2 ആശയങ്ങളാണ് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തി. സ്ത്രീയും പുരുഷനും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണെന്നും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നുമുള്ള തിരിച്ചറിവിലാണ് ഈ യാത്ര പൂർണ്ണമാകുന്നത്.
പരസ്പരം പോരടിക്കുന്നതിന് പകരം സഹകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നൊരു ശക്തമായ സന്ദേശം ഇവിടെയുണ്ട്. ഒരാളെ സഹായിക്കുന്നത് വഴി നമ്മൾ സ്വയം വളരുകയാണ് ചെയ്യുന്നത്, സമൂഹം ഒന്നടങ്കം വളരുകയാണ്. അപ്പോൾ ഈയൊരു സംഭാഷണം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനൊരു ചോദ്യം ബാക്കിയുണ്ട്. സമത്വവും ഐക്യവും നിറഞ്ഞ ഈ പുതിയ യുഗത്തിൽ എന്റെ സംഭാവന എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരും ഇതിലെങ്ങനെ പങ്കാളികളാകും?